തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. എന്നാലും വരാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ. ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കനെ പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അല്ല, ദുബായ്ക്കാരൻ എന്തിയെ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക, വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാന്ന്. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എനിക്ക് വേണ്ട, കൊടുക്കണ്ട. എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല 10 കാശ് സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആര് പെണ്ണു കൊടുക്കാനാ? ഇത് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നമ്മേ ഏട്ടൻ. അയ്യോ, അയ്യോ. അമ്മേ, അമ്മേ, ഇതെടുക്ക. ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമ്മേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ ഭാരതിയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മേ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ച തന്നെ. അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നും ഞാൻ അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഗോപിയെ, എടുക്കടി നിന്റെ ബാഗ് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്ക് ആ മക്കള് 2. അമ്മേ, ഇല്ലമ്മേ, ഇങ്ങനൊരു കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഉണ്ണിയേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല. എല്ലാം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണിയേട്ടൻ. ഹലോ ശിവ, ഞാനാടാ ഭായി. ആ, എന്താ ഭായ്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ആ, എന്താ ഭായ്? എൻ്റെ മോൻ അവനൊരു എഴുത്തിയാട്ടക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി. പോലീസ് പിടിച്ചു. അല്ല, നിന്റെ അനിയൻ പിടിച്ചു. അവൻ എന്നോടുള്ള പക തീർക്കും. എനിക്കെൻ്റെ മോനെ വേണം. ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്കെൻ്റെ മോനെ തിരിച്ചു വേണം. തരില്ലടാ നീ. തൊട്ടുപോരുന്നവനെ, എന്നോടുള്ള പക നിനക്ക് നേരിട്ട് തീർക്കാം. പുറത്തു കിടക്കുന്ന ലോറിയിലൂടെ എന്റേതാ.
വണ്ടി ഓടിച്ചത് ഞാനാ. എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. പരമശിവത്തിന് സെന്റിമെന്റ്സോ? സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹം ലോക്കൽ ക്രിമിനലിനോട്. മാലു, നോ, സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. വിട്ടുതരില്ല ഞാനവനെ. ഇല്ലാത്തതും തെളിയാത്തതുമായ സർവ്വ ചാർജ് ഇവന്റെ മേൽ കെട്ടിവെച്ച് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ FIR ആയത്. കോടതിയിൽ നിന്ന് പോലും അവനെ ആർക്കും കിട്ടില്ല. എടാ, 24 മണിക്കൂർ കൂടുതൽ നിനക്ക് അവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരും. ജോണി, നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനല്ലേ പറയണേ. വരട്ടടാ ബാലു ദാമോദർ സാറേ. എന്താ അവർക്ക് പാതിരാത്രിയിൽ? നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേടാവേ. മോളെ പോയി കിടന്നു, ഞങ്ങള് അല്പം സംസാരിക്കണേ. ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ട് എന്നതാടാവേ എന്നെ ഒന്നും അറിയിക്കാതിരുന്നേ. ആ ഭായിയുടെ മോനെ നിങ്ങളുടെ SI പിടിച്ച് അകത്തിട്ട കാര്യം അപ്പനെ പറയുന്നേ. കൊറേ കാലമായി ആ പരമശിവന്റെ തലേ കയറി നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിൽ ഒരു സന്തോഷ വാർത്ത വായിക്കാം. പോലീസ് മർദ്ദനം, പ്രതി കൊല്ലപ്പെട്ടു, SIക്ക് സസ്പെൻഷൻ. പിന്നെ ആ SI ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. SIക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പരമശിവൻ ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. എല്ലാം താൻ വിചാരിച്ചാലേ നടക്കൂ. പോലീസ് കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കില്ല അവർക്ക്. നടക്കും. എടാ പൊന്നുമോനെ, ഒന്ന് പറഞ്ഞു വിടാവേ. സാർ സിറ്റി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു 50 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ലേ? അത് മേടിക്കണ്ടേ ഭാര്യയുടെ പേരിൽ? അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സും. സാറിന്റെ സ്വപ്നല്ലേ? എന്തായാലും SI സാർ ഇപ്പോഴാ വീട്ടിലേക്ക് പോയത്. സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു. ഇയാള് അവൻ നമ്മുടെ ആളാ. SI നന്നായിട്ടൊന്ന് പെരുമാറി സാർ. ഈ പരുവത്തിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഹലോ, വർക്കിച്ചനാന്നേ. എന്താ കാര്യം? ചാണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയണോ? അയ്യോ, ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. അത് വെച്ചോളൂ. ബായ്, ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ മോനെ നീ കൊണ്ടുവന്നല്ലോ. ബായ്. ഗേറ്റ് തുറക്കടാ.
കളിക്കുന്നു പിന്നെ പോലീസിലെടുത്താ കളി ഏറ്റെടുക്കണം ഏറ്റെടുക്കാൻ ബായുടെ മോനെ കൊന്ന അതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ നമ്മുടെ ബാലുവിനെ ആർക്കോ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടോയി. അമ്മയും പെങ്ങള് പേടിച്ചിരിക്കുക അവിടെ. അച്ഛയ വിടരുതവനെ. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്. നീയും അങ്ങനെ തന്നെ ചാവണം. ബായ് ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായി അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്. അവനല്ല ബായി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ ഓ എന്റെ മുമ്പിൽ ബായി ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞു. അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായിയല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയോ എനിക്കതിന്? ഇല്ല. ശിവൻ പോ. ബാലു എടാ വേണ്ട ബായ്. മാറിക്കണം അവിടുന്ന്. ബായ് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലു നിരപരാധിയാ. എന്റെ മോനെ കൊന്നവൻ എനിക്ക് വേണം. വിട്ടില്ല. വേണ്ട ബായ്. ബായ് ഞാൻ പറയുന്നത് കേക്ക്. കൊല്ലും ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ടെ ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്. ആ എസ് പി ചിന്നാടന്മാരും ചേർന്ന ജോണിയുടെ മുഖത്തെ ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ? അതാ എസ് പിയുടെ മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായോട് കള്ളം പറയില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് ഇവനെയും. ശിവ, ഞാൻ ബായ്. ഏയ് ബായ്. ശിവ, എന്റെ മോനെ കൊന്നവരെ വെറുതെ വിടരുതടാ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഏയ് ഇവൻ ശരിയാവില്ല ബായ്. തൽക്കാലം എന്റെ അനിയനെ ഇവിടെ ഇരിക്കുക കേട്ടാ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബായ്. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ഇതെന്നാടാവേ, പുറത്ത് ഭയങ്കര മഴയാന്നല്ലോ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാ. ഇത്രയും നേരമായിട്ട് എസ് പി ഇതെവിടെ പോയി കിടക്കുക? നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ലായിരുന്നു? പിന്നെ അല്ലാതെ
പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ, വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈലിൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു വാ. എന്നാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തോ ചതിയുണ്ടല്ലോടാ. ബാബു തുറന്നു നോക്കണം. ശബ്ദം എന്താ അത്? അപ്പൊ അത് മഴയില്ല, സ്പിരിറ്റാ. പിന്നാമ്പുറത്ത് കൂടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കത്തിക്കും. അപ്പാ എല്ലാ ഡോറും ലോക്കാ. ഗ്യാസ് ബൈ കേറ്. The offense alleged against accused number 1 to 5 by Walayar police station is that ഈ കേസിലെ ഒന്നാം പ്രതിക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ ഭാഗം തെളിവുകൾക്ക് സാധിക്കാത്തതിനാലും രണ്ടാം പ്രതി ചാണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തിട്ടുള്ളതിനാലും ഒന്നാം പ്രതി വാളയാർ പരമശിവം എന്ന ഉണ്ണി ദാമോദരനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്തിനാ ഭായ് ഈ കുറ്റം ഭായ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്? ഞാൻ ചെയ്ത കുറ്റത്തിന് നീ 4 വർഷം ശിക്ഷ അനുഭവിച്ചു. വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം ഉണ്ണിയായിട്ട്. പൊയ്ക്കോ.